കണ്ണൂരിൽ ഗ്രൂപ്പ് യോഗം വിളിക്കാനുള്ള കെ സുധാകരൻ എംപിയുടെ നീക്കം പാളി. ഗ്രൂപ്പ് നേതാക്കളോട് കെ സുധാകരന്റെ വീട്ടിലെത്താനായിരുന്നു നിർദ്ദേശം. വിവരം ചോർന്ന് മാധ്യമങ്ങളെത്തിയതോടെ പലരും യോഗത്തിനെത്തിയില്ല. കെ സി വേണുഗോപാൽ പക്ഷത്തേക്ക് മാറാനുള്ള കരുനീക്കമാണ് ദുർബലമായ കേസ് ഗ്രൂപ്പ് നടത്തുന്നത്. കണ്ണൂർ സീറ്റിൽ മത്സരിക്കാൻ കെ സുധാകരൻ നടത്തിയ നീക്കത്തോടെ KS ഗ്രൂപ്പിൽ വലിയ വിള്ളൽ വീണിരുന്നു. പല നേതാക്കളും ഗ്രൂപ്പ് വിട്ടു. കണ്ണൂർ മണ്ഡലത്തിലെ 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും KS ഗ്രൂപ്പ് വിട്ടിരുന്നു. നിരവധി മണ്ഡലം ഭാരവാഹികളും സമാനമായ തീരുമാനമെടുത്തു. ഇതോടെ ഗ്രൂപ്പ് ശുഷ്കമായി. തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തുവന്നതോടെ KS ഗ്രൂപ്പിന്റെ നില പരിങ്ങലിലുമായി. ഇതിനിടയിലാണ് KS ഗ്രൂപ്പ് നിർണായകമായ മറ്റൊരു നീക്കം നടത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ച് കെ സുധാകരൻ രംഗത്തു വന്നു. ആദ്യം രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സുധാകരൻ നിർദ്ദേശിച്ചത്. വേണുഗോപാലിനെ പിന്തുണച്ചതോടെ KS ഗ്രൂപ്പ് KC വേണുഗോപാൽ പക്ഷത്തിന് ഒപ്പം ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. ലയന തീരുമാനത്തിനായാണ് കെ സുധാകരന്റെ വീട്ടിൽ എത്താൻ ഗ്രൂപ്പ് നേതാക്കളോട് ആവശ്യപ്പെട്ടത്. DCC ജനറൽ സെക്രട്ടറിയായിരുന്ന KC മുഹമ്മദ് ഫൈസൽ നേതാക്കളോട് തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ KSന്റെ വീട്ടിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ അത്തരമൊരു തീരുമാനം ഉണ്ടായിരുന്നില്ലെന്നാണ് KS വിഭാഗം പറയുന്നത്. ഒരു ഗ്രൂപ്പ് പ്രവർത്തനത്തിനും KC വേണുഗോപാലിനെ കിട്ടില്ലെന്ന് ആ വിഭാഗത്തിന്റെ നേതാക്കളും പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ലയനത്തിനും KC വേണുഗോപാൽ നിർദ്ദേശിച്ചിട്ടില്ല. ഗ്രൂപ്പ് പ്രവർത്തനം പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് KC വേണുഗോപാൽ എന്നും പറയാറുള്ളതെന്നും നേതാക്കൾ വ്യക്തമാക്കി. KSന്റെ വീട്ടിലെ ഗ്രൂപ്പ് യോഗത്തിന്റെ വിവരം മാധ്യമങ്ങൾക്കും ചോർന്നു കിട്ടിയിരുന്നു. മാധ്യമങ്ങൾ സുധാകരന്റെ വീടിന് മുന്നിൽ എത്തിയതോടെയാണ് ഗ്രൂപ്പ് യോഗം ഉപേക്ഷിച്ചത്. DCC ജനറൽ സെക്രട്ടറി VR ഭാസ്കരൻ, കൂടാളി മണ്ഡലം പ്രസിഡന്റ് ശ്രീപ്രസാദ്, മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് LG ദയാനന്ദൻ എന്നിവർ KSന്റെ വീട്ടിൽ എത്തിയിരുന്നു. ഗ്രൂപ്പ് യോഗത്തിന് എത്തിയതല്ലെന്നും MPയെ കാണാൻ എത്തിയതാണെന്നും VR ഭാസ്കരൻ പറഞ്ഞു. ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കെ സുധാകരനെ കാണാൻ വേണ്ടി വരുന്നതാണ്. സാധാരണ വരുന്ന രീതിയിൽ വന്ന് കണ്ടു പോകാൻ വേണ്ടി വന്നത്. ഒരാവശ്യമില്ല, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഒരു ഗ്രൂപ്പ് യോഗം ഇവിടെ നടക്കുന്നില്ല. സുധാകരനിടയ്ക്ക് ഇപ്പൊ സാധാരണ ആളുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ നമ്മളും വന്നതാണ്. കെ സുധാകരനും KC വേണുഗോപാലും അവർ തമ്മിലൊരു യോജിപ്പിലേക്ക് നീങ്ങുകയാണോ? അതൊന്നും എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അയാൾ യോജിപ്പുണ്ടോന്ന് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഞാൻ നേതാവിനെ കാണാൻ വേണ്ടി വന്നതാണ്. നേതാവ് എന്നെ കാണാൻ വേണ്ടി വന്നതല്ല. ഇവിടെ വേറെ ആരുമില്ല, ഒരു കുട്ടിയുമില്ല, അങ്ങനെ ഗ്രൂപ്പ് യോഗം നടക്കുന്നുമില്ല. എന്തെന്നാ പറയേണ്ടത്? നിങ്ങൾക്ക് ഡൽഹിക്ക് നാളെ രാവിലെ പോകും. ഇന്നിടുന്ന ഫ്ലൈറ്റ് വേണ്ടേ? അതങ്ങനെ ഒന്നും ഒരു താല്പര്യം എനിക്കില്ല. ഹൈക്കമാൻഡ് പറയുന്ന ആള് മുഖ്യമന്ത്രി. കെ സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോട്. കെ സുധാകരൻ അങ്ങനത്തെ ഒരു ഭാഷ സംസാരിക്കാൻ വന്നിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിന് ഉറച്ച പിന്തുണയാണ് കെ സുധാകരൻ നൽകുന്നത്. പക്ഷേ കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് കാലത്ത് എടുത്ത നിലപാടുകളിൽ KC വേണുഗോപാൽ വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ KS ഗ്രൂപ്പുമായുള്ള യോജിപ്പിനോട് കണ്ണൂരിലെ നേതാക്കൾക്ക് അനുകൂല നിലപാടും ഇല്ല. അഡ്വക്കേറ്റ് TO മോഹനെയും സണ്ണി ജോസഫിനെയും പരാജയപ്പെടുത്താനുള്ള നീക്കം നടന്നുവെന്ന ആക്ഷേപമാണ് നേതാക്കൾ ഉയർത്തുന്നത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.